ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. അപ്പം ഞാനിന്ന് ഈ ചെടിയൊക്കെ ഒന്ന് മുറിച്ച് നടാമെന്ന് ഓർത്തു കേട്ടോ. അയ്യോ, അണ്ണാൻ്റെ എന്ത് കരച്ചിലാണോ, ഒരു രക്ഷയില്ല കേട്ടോ. എന്താ സൗണ്ട്, അടുത്ത് നിന്നാട്ടോ കരയണേ. മയിൽ കരയുന്നുണ്ട് കേട്ടോ, കൂനില്ലേ, അത് മയിലാട്ടോ കരയണേ. അപ്പം ഞാൻ ഈ ചെടി ഒന്ന് മുറിച്ച് നടാം, ഹൈറ്റിൽ പോയിട്ടോ. ഈ കറ്റാർവാഴ ഒരു ചെടിച്ചട്ടിയിലേക്ക് വയ്ക്കാം, ഒരു ചെടിച്ചട്ടിയിൽ മറ്റേ ചെടി മുറിച്ച് നടാമെന്ന് ഓർത്തു കേട്ടോ. ഇതൊരു പനിക്കൂർക്കയിലയുടെ മണമുള്ള ചെടിയാട്ടോ. എനിക്ക് ചെടിയാണോന്ന് കറക്റ്റ് അറിയില്ല, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പക്ഷെ പനിക്കൂർക്കയിലയുടെ സ്മെല്ലാണ്, വൈറ്റും ഗ്രീനും കൂടെ കൂടിയാണ് ഇതിൻ്റെ ഇല. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇല കാണാൻ. ചട്ടി നിറച്ചും ഉണ്ടാവും കേട്ടോ. അതിപ്പോൾ മുറിച്ച് നട്ടേക്കണതാണ്. അപ്പം നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ ഞാൻ കമഴ്ത്തി വെച്ചു, മണ്ണൊക്കെ കളഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ ക്യാമറാമാൻ കൊച്ചിന് പല്ലുവേദനയാണ്, പല്ലെടുപ്പിച്ചേക്ക് വന്നേക്കുക. അപ്പോൾ അത് കാരണം ഷൂട്ട് ചെയ്യാൻ ആളില്ല. അപ്പോൾ അതൊന്നും ഞാൻ പിടിച്ചിട്ടില്ല. അതെ, ചട്ടിയൊക്കെ കാലിയാക്കി വെച്ചു. ആ ചെടി കംപ്ലീറ്റ് മുറിച്ചത് ഒരു ചട്ടിയിലേക്ക് ആക്കി, അടുത്ത ചട്ടി ഒഴിവാക്കി നമ്മൾ കറ്റാർവാഴയും നട്ടു. ഇതാട്ടോ കറ്റാർവാഴ നട്ടത്. ഇതുണ്ട, ഇനിയും കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ, പറിച്ച് നടാൻ. കണ്ടോ, ഇനിയുണ്ട്, അടുത്ത ചട്ടിയിലും ഉണ്ട്, അതൊക്കെ പറിച്ച് നടണം. ഇതുണ്ട, ഈ ചെടിച്ചട്ടി നിറച്ചും ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയൊക്കെ ചെടിച്ചട്ടി നിറച്ച് നിൽക്കും കേട്ടോ. അപ്പോഴാട്ടോ ഞാൻ ഓർത്തത് നമുക്ക് കാന്താരി പറിക്കാമെന്ന്. ഇന്ന് പരിപ്പും കുമ്പളങ്ങയുടെ വെക്കാനാണ്. കാന്താരി അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാനൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. മയിൽ കരയണ്ട കേട്ടോ. ഇവിടെ കുറേ മയിൽ വരും, മയിലും അമ്മയും കുഞ്ഞുങ്ങളും ഒക്കെ വരും കേട്ടോ. ആൺമയിലും വരും കേട്ടോ. പക്ഷെ ആൺമയിൽ ഭംഗിയുള്ള കാരണമാണെന്ന് തോന്നുന്നു കേട്ടോ, പുറത്തേക്ക് ഇറങ്ങണില്ല കേട്ടോ. മയിൽ ഞാൻ ആടുന്നൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇനിയിപ്പോൾ എപ്പോഴേലും വന്നാൽ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ, എന്നിട്ട് ഞാനത് ഷോർട്ടായിട്ടോ ഇടാം കേട്ടോ. നോക്കട്ടെ, ഇവിടെ വരാറുണ്ട് രാവിലെയൊക്കെ. ഇത് നീല കളറുള്ള കാന്താരി കേട്ടോ, ഉണ്ടച്ചിരിക്കണേ. പിന്നെ ഞാൻ വെള്ളക്കാന്താരി ഉണ്ട്, വെള്ളക്കാന്താരിയിൽ 2-3 കാന്താരി കേട്ടോ ഉണ്ടായിട്ടുള്ളൂ, അതൊന്നും ഉണ്ടാവുന്നില്ല. 2 കാന്താരി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും പറിച്ചു കേട്ടോ. തണ്ടായിട്ട് കറിവേപ്പില എടുക്കാൻ പാടില്ല, കറിവേപ്പിലയൊക്കെ എന്താണോ മുരുട് പിടിച്ചു പോയി, ഒന്ന് ശരിയാക്കണം. സമയമില്ല ഒന്നിനും, എന്തൊക്കെയോ തിരക്കുകളായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്. ഈ കറിവേപ്പില കുരുട് പിടിച്ചു പോയി, ഇനി അതും ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം. അതൊരു ചട്ടി മേടിച്ചിട്ട് ചട്ടിയിലേക്ക് നടാമെന്ന് ഓർത്തിട്ടാട്ടോ. നന്നായിട്ട് വളരും കേട്ടോ. പിന്നെ മുറ്റമൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ടേ. ഇത് ചെടിച്ചട്ടിയാട്ടോ, ചെടിയാട്ടോ. അത് മുറിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുപ്പിയിലേക്കാക്കി വീടിൻ്റെ ഉള്ളിൽ വെക്കാനാട്ടോ. ഞാൻ വീടിൻ്റെ ഉള്ളിൽ കുറേ വെച്ചിട്ടുണ്ട്, കണ്ട. ഇതൊക്കെ എൻ്റെ ഒരു ഹോബീസാട്ടോ, ഇങ്ങനെ ചെടിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നിറച്ചും വീടിനകത്ത് വയ്ക്കൽ. ഇത് കണ്ട വെച്ചിട്ടുണ്ട് കേട്ടോ, മണി പ്ലാന്റ്. നിറച്ചും മണി ഉണ്ടാവട്ടേന്നേ, പ്ലാന്റ് വെച്ച് 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 അടുക്കളയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ, വേറെ എന്തോ ഒരു സംഭവം, എന്ത് ചെടി ഇത്. ഇത് നോക്ക്, വലുതായിരുന്നു കേട്ടോ, ഞാൻ മുറിച്ചിട്ട് നട്ടാട്ടോ. ഇതിൻ്റെ വേര് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇത് കണ്ടോ, ഇതാണ് വേര്. പിന്നെ ഞാൻ ഓർത്തു പരിപ്പ് കറി വെക്കാമെന്ന് ഓർത്തു. പരിപ്പെടുത്തു, ഒരു കഷ്ണം കുമ്പളങ്ങ ഇരിപ്പുണ്ട് കേട്ടോ, ആ കുമ്പളങ്ങയും ചെത്തിയെടുത്തു. പിന്നെ ഒരു തക്കാളി ഇട്ട്, ഞാൻ തക്കാളിയുടെ തൊലി എത്തു കേട്ടോ. ഏത് കറിക്കും തക്കാളി ഇട്ടാൽ ഞാനത് തൊലി എത്തിയിട്ട് ഇടും കേട്ടോ, തൊലി ദഹിക്കില്ല. അപ്പം ഞാൻ കറിയൊക്കെ റെഡിയാക്കി, കറിയൊക്കെ അടപ്പത്ത് വെച്ചു, തിളച്ചു. ഇതാട്ടോ ഫൈനൽ ലുക്ക്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.